നമസ്കാരം. കുട്ടിക്കാലത്ത് മുതിർന്നവർ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന കഥകളിൽ എന്ന് മുൻപതിയിൽ നിന്നിരുന്ന കഥയാണ് ആമയും മുയലും. ആ കഥയിൽ ഒരുപാട് അർത്ഥങ്ങൾ ഉണ്ടെങ്കിലും ആരും അതിന്റെ പൊരുൾ അന്വേഷിച്ച് പോകാറില്ല. എല്ലാം അപ്പോഴത്തെ കൗതുകം മാത്രമായിരിക്കും, അല്ലേ? ഇത്തരം കുട്ടിക്കാല കഥകളിലെ സാരോപദേശങ്ങൾ ആ കുട്ടികളുടെ വളർച്ചയെയും സാമൂഹികമായ ഇടപെടലിനെയും ഏറെ സ്വാധീനിക്കുന്നു. അതേസമയം മുതിർന്നു കഴിഞ്ഞാൽ കുട്ടിക്കാലത്ത് കേട്ട ആ കഥകളുടെ യാഥാർത്ഥ്യം തേടി ആരും പോകാറില്ല. എന്നാൽ ചൈനയിലെ കുറച്ച് കുട്ടികൾ ചേർന്ന് തങ്ങൾ കേട്ട ആ കുട്ടിക്കഥകൾ യാഥാർത്ഥ്യമാണോ എന്ന് പരീക്ഷിച്ചു. അവരെ ഞെട്ടിച്ചുകൊണ്ട് ആ കുട്ടിക്കഥ സത്യം തന്നെ എന്ന് തെളിയിക്കുകയാണ്. തെളിഞ്ഞു. എന്തായാലും ഏത് കാര്യമാണ് അവർ തെളിയിച്ചതെന്ന് ഒന്ന് കണ്ടിട്ട് വരാം.哇，这个兔子还走，你迫不及待。这是开始。കുട്ടികൾ പരീക്ഷിച്ച ആ കഥ ആമയുടെയും മുയലിന്റേതുമായിരുന്നു. ഇരുവരും തമ്മിലുള്ള ഓട്ട മത്സരത്തിൽ സ്ഥിരോത്സാഹിയായ ആമ ജയിച്ച അതേ കഥ. കുട്ടികൾ പ്രത്യേകമായി തിരിച്ച് രണ്ട് വഴികളിലൂടെ ആമയും മുയലിനെയും തുറന്നുവിട്ടു. മുയൽ അല്പനേരം ഓടി, പിന്നെ അവിടെ കുറച്ചു നേരം നിന്നു. ആമയാണെങ്കിൽ ഒരിടത്തും തങ്ങാതെ നേരെ നടന്നുകൊണ്ടിരുന്നു. കാഴ്ചക്കാരായ ചില കുട്ടികളും മുതിർന്നവരും മുയലിനെ കാര്യമായി പ്രോത്സാഹിപ്പിച്ചെങ്കിലും മുയൽ പതിവ് പോലെ അല്പദൂരം ഓടി, കുറച്ചു നേരം നിന്ന് പിന്നെയും ഓടി, ഫിനിഷിംഗ് പോയിന്റിൽ എത്തിയപ്പോഴേക്കും ആമ അത് കടന്നുപോയിരുന്നു. വിജയിച്ചതും ആമയുടെ പക്ഷത്തുണ്ടായിരുന്ന കുട്ടികൾ ആർപ്പുവിളികളുമായി ആഘോഷം തുടങ്ങിയതും വീഡിയോയിൽ കാണാം. സ്ഥിരോത്സാഹം വിജയത്തിലേക്ക് നയിക്കുമെന്ന് തങ്ങൾ കേട്ട വിജയതന്ത്രം അങ്ങനെ യാഥാർത്ഥ്യ ജീവിതത്തിലും സത്യമായെന്ന് കുട്ടികൾ തെളിയിച്ചു. കുട്ടികൾ തങ്ങളുടെ പരീക്ഷണത്തിന്റെ വീഡിയോ പകർത്തുകയും അത് സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവെക്കുകയും ചെയ്തപ്പോൾ കണ്ടത് 3,44,00,000 പേരാണ്. 14 ലക്ഷം പേരാണ് വീഡിയോ ലൈക്ക് ചെയ്തത്. നിരവധി പേരാണ് വീഡിയോയ്ക്ക് കമന്റുകളുമായി എത്തിയത്. ഏറെ കൗതുകം സൃഷ്ടിച്ച ഈ വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറൽ. വെബ് ഡെസ്ക് തത്തുമൈ TV.